വൃശ്ചിക പുലരിയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് ഭക്തർഹനമായ തുടക്കം. വ്രതവിശുദ്ധിയോടെ ശരണം വിളിച്ച് മാലയണിഞ്ഞ് ശബരിമല തീർത്ഥാടനത്തിനും തുടക്കമായി. ശബരിമല ഇടത്താവളങ്ങളിൽ തീർത്ഥാടകർക്കായി ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. വ്രതവിശുദ്ധിയോടെ വൃശ്ചിക പുലരിയെത്തി. വീഥികളിൽ ശരണഘോഷം നിറഞ്ഞു. ശബരിമല യാത്രാ സംഘങ്ങളുടെ തിരക്ക് വൃശ്ചികം 1 മുതൽ തന്നെ തുടങ്ങി. മാലയിട്ട് വ്രതമെടുത്ത് ശബരിമല യാത്രയ്ക്ക് വൃശ്ചികം 1 മുതൽ തുടക്കമായി. ശബരിമല ഇടത്താവളങ്ങളിലും മണ്ഡലമാസത്തിലെ ആദ്യ ദിനങ്ങളിൽ തന്നെ തിരക്ക് തുടങ്ങി. വിപുലമായ ഒരുക്കങ്ങളാണ് ഇടത്താവളങ്ങളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ശബരിമല തീർത്ഥാടനത്തിലെ പ്രധാനപ്പെട്ട ഇടത്താവളമായ ഏറ്റുമാനൂരിൽ നിരവധി തീർത്ഥാടകരാണ് എത്തുന്നത്. കടപ്പാട്ടൂർ ഇടത്താവളത്തിലും വൃശ്ചിക പുലരിയിൽ തിരക്കേറി. ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളാണ് കടപ്പാട്ടൂർ ക്ഷേത്രത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. വിശ്വമോഹനം എന്ന പേരിലാണ് കടപ്പാട്ടൂരിലെ തീർത്ഥാടന കാലയളവ് ആഘോഷിക്കുന്നത്. ദീർഘദൂര യാത്രികരായ അയ്യപ്പ ഭക്തർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ സൗജന്യമായി ലഭിക്കും. തത്വമസി അന്നദാന പദ്ധതിയിലൂടെ എല്ലാ അയ്യപ്പ ഭക്തർക്കും സൗജന്യ അന്നദാനം നൽകുന്നുണ്ട്. രാവിലെ 10 മുതലും വൈകിട്ട് 7 മുതലും അന്നദാനം ലഭ്യമാക്കിയിട്ടുണ്ട്. ആയുർവേദ, ഹോമിയോ, അലോപ്പതി ഡിസ്പെൻസറികളും 24 മണിക്കൂർ ആംബുലൻസ് സേവനവും പോലീസ് സേവനവും കടപ്പാട്ടൂരിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സ്റ്റാർ വിഷൻ ന്യൂസ്, പാലാ.